സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള വിവാദമായ ചില വീഡിയോയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചില വാക്കുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വിശ്വാസ ചികിത്സ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മുടി ചികിത്സയും പോട്ട ചികിത്സയും അല്ലെങ്കിൽ അതുപോലുള്ള ചാണക ചികിത്സയും മൂത്ര ചികിത്സയും മാത്രമാണോ? അതുമാത്രമാണ് വിശ്വാസ ചികിത്സ എന്ന ധ്വനി വന്നുകൂടായിക ഇല്ലാത്ത ഒരു രീതിയിലാണ് ഞാനത് അവതരിപ്പിച്ചത്. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്നത്തെ മോഡേൺ മെഡിസിനും അലോപ്പതിയും ഹോമിയോപ്പതിയും എന്തിന് ആയുർവേദം പോലും വിശ്വാസ ചികിത്സയുടെ ഭാഗം തന്നെയാണ്. കാരണം അതാണ് ശാസ്ത്രീയം, ശാസ്ത്രമാണ് എല്ലാം നയിക്കുന്നത്, ശാസ്ത്രത്തിനാണ് എല്ലാം ചെയ്യാൻ കഴിയുക എന്നതൊക്കെ തന്നെ ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസം ഇല്ലാതെ നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി ആ മരുന്നൊക്കെ കഴിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആദ്യമായിട്ട് ആ വിശ്വാസം വേണം. ആ വിശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ മോഡേൺ മെഡിസിൻകാർ എന്ന് പറയുന്ന അലോപ്പതിക്കാരടക്കം ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് അവരുടെ ഓപ്പറേഷൻ അടക്കം ഉള്ള കാര്യങ്ങൾ എന്നും നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സാധാരണ നിലക്കുള്ള ജീവിതം സാധ്യമല്ലാതെ യഥാർത്ഥ വിശ്രമം തന്നെ ഉണ്ടാവും. ആ വിശ്രമത്തിൽ ഭക്ഷണത്തിനും അതിനൊക്കെ നല്ല റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അതായത് അയാൾ അവിടെ കിടക്കുകയാണ്, അത്രയും ദിവസം കിടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നിങ്ങളെ ഇപ്പോൾ എന്തിനു വേണ്ടിയാണോ ഓപ്പറേഷൻ നടത്തിയ അതിനെ ഇല്ലാതാക്കാൻ ആ സമയം മതി. അതായത് ഒരാഴ്ച നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ, ഒരാഴ്ച നിങ്ങൾ വെള്ളം മാത്രം കുടിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല. നിങ്ങളെ ബ്ലോക്ക് എങ്ങനെയാണോ പ്രകൃതി അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് ഉള്ളതിനെ അതിനെ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു, അതേപോലെ തന്നെ അതിനെ രണ്ടാമതെടുത്ത് രക്തത്തിലൂടെ കിഡ്നിയിലെത്തിച്ച് കിഡ്നിയിലൂടെ അരിച്ച് അതിനെ പുറത്തേക്ക് കളയാൻ ശരീരത്തിനാവും. അത് ഈ എല്ലാ ബ്ലോക്കുകളും ഒഴിവാക്കാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതുവരെ ചെയ്തിരുന്നത് ചെയ്യാതിരുന്നാൽ മതി. എന്താണ്? അമിതമായ ഭക്ഷണം അകത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നത് നിർത്തി കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ ഓപ്പറേഷൻ നടത്തിയിട്ട് നടക്കുന്ന കാര്യമുണ്ടല്ലോ, അയാളെ വെറുതെ അവിടെ കിടത്തിയിട്ട് അയാളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പരമാവധി ഒഴിവാക്കിയിട്ട് ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുന്നു. പിന്നെ ഗ്ലൂക്കോസായിട്ടോ അല്ലെങ്കിൽ ഈ IV ആയിട്ടോ മറ്റൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയെക്കാളും കൂടുതൽ ഇഫക്റ്റീവായിരിക്കും യഥാർത്ഥ ഉപവാസം. അപ്പോൾ ഈ യഥാർത്ഥ ഉപവാസം എന്തായാലും നടക്കും ഓപ്പറേഷൻ നടക്കുമ്പോൾ. പക്ഷെ അത് കൺഫൈൻഡ് ആയിട്ടാണെന്ന് മാത്രം, മറ്റു രീതിയിൽ അപ്പോൾ അതായത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ലൊരു ഒഴിവ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഏത് ബ്ലോക്കും മാറും, ഒരു വലിയ പരിധി വരെ കിഡ്നികളും മാറും. അതിന് പകരം
ഇങ്ങനെ കുറേ കാശ് കൊടുത്തിട്ട്, കുറേ കാശ് പറ്റിച്ചിട്ട് നിങ്ങളെ അസുഖം മാറി, അതും മാറുമെന്ന് സംശയമാണ് എന്ന് ചെയ്യുന്ന, അതിനാണ് ഈ ഓപ്പറേഷനുകളൊക്കെ അധികം നടക്കണമെന്ന് അർത്ഥം. എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ഈ എല്ലാ കാലത്തും യഥാർത്ഥത്തിൽ അന്ന് നിലവിലുള്ള ശാസ്ത്രത്തിനെതിരായ, അതിനെ ചോദ്യം ചെയ്ത ആൾക്കാരെയൊക്കെ അവർ വിച്ഛാണ്ട് ചെയ്തിട്ടുണ്ട്. വിച്ഛാണ്ട് എന്ന് പറഞ്ഞാൽ യക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അവരെ തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയുക, തൂക്കിക്കൊല്ലുക, മറ്റ് പല രീതിയിലും പീഡിപ്പിക്കുക, അതേപോലെ തന്നെ ജയിലിലടക്കുക, പലതരം പീഡനങ്ങൾ നടത്തുക. ഇതൊക്കെ അതിനു മുമ്പും നിലവിലിരിക്കുന്ന ശാസ്ത്രീയമാണെന്നും അല്ലെങ്കിൽ ദിവ്യമാണെന്നും കരുതിയിരുന്നതിനെ ചോദ്യം ചെയ്തിരുന്നവരും അതിന് സംശയിച്ചിരുന്നവരും അവിശ്വാസികളും ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ, ഈ പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ വലിയ അപ്പോസ്തലന്മാരായ യൂറോപ്യന്മാരുടെ 13 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകളുടെ കഥ നിങ്ങളൊന്ന് നോക്കുള്ളൂ. അതിലൊക്കെ തന്നെ വിച്ഛാണ്ട് നടത്തിയിട്ടുണ്ട്. എന്ത്? നിലവിലിരിക്കുന്ന ശാസ്ത്രബോധ്യത്തെ, സമൂഹത്തിൻ്റെ ശാസ്ത്രീയമായ അവരുടെ അന്ന് നിലവിലിരിക്കുന്ന ശാസ്ത്രബോധത്തെ ചോദ്യം ചെയ്യുകയോ സംശയിക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്യാൻ മടിക്കുന്ന എല്ലാ ആൾക്കാരെയും വിച്ചുകളാണ്, അല്ലെങ്കിൽ യക്ഷികളാണ്, അവർ മാട്ടുമാരണം ചെയ്യും, അവർ പിശാച്ചിൻ്റെ അനുയായികളാണ്, പിശാച്ചിൻ്റെ ഉത്തരവ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന നിലക്ക് അക്കാലത്ത് ഈ വിച്ചുകളെ അല്ലെങ്കിൽ യക്ഷികളെ കൂട്ടക്കൊല ചെയ്യാനും അല്ലെങ്കിൽ ജയിലിലടക്കാനും പീഡിപ്പിക്കാനും ഇതേ വെള്ളക്കാരൻ്റെ മതവും അവരുടെ അന്നത്തെ ശാസ്ത്രവുമാണ് അവരെ സഹായിച്ചിരുന്നത്. അത് നിങ്ങൾക്കറിയാൻ, എനിക്കറിയില്ല, അത് ഒരു വലിയ പരിധിവരെ ഇന്നും തുടരുന്നു. ഇന്നും നമ്മൾ ഇവരുടെ ഇപ്പോഴത്തെ ശാസ്ത്രമാണ്, ശാസ്ത്രം കൊണ്ട് കണ്ടെത്തിയ ചികിത്സകളാണ് ഏറ്റവും ശരി, അതിനെതിരെ പറയുന്നത് പോലും അവനെ കൊല്ലേണ്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ COVID-19 കാലത്ത് അത് കൊടുമ്പിരി കൊണ്ട സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പം ഞാൻ ആദ്യം തന്നെ എനിക്കതിൻ്റെ യാതൊരു വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ സുഹൃത്തുക്കൾ പോലും ഇപ്പോൾ ജേക്കബ് വടക്കഞ്ചേരിയൊക്കെ തല്ലിക്കൊല്ലുകയാണ്, മോഹൻ വൈദ്യരെയൊക്കെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന് എന്നോട് വരെ പറഞ്ഞു. അപ്പോൾ നോക്കുക നിങ്ങൾ എത്ര കണ്ട് ഈ ഓരോ കാലത്തെ ശാസ്ത്രബോധം എത്ര കണ്ട് അപക്വമാണെന്നും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മനസ്സിലാക്കാതെ അതിനെതിരായിട്ടുള്ളതൊക്കെ തെറ്റാണ് എന്നും പറയാൻ ഒരു മടിയുണ്ടായിരുന്നില്ല അക്കാലത്ത്. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് മോഹൻ വൈദ്യരെ കൊന്നതിന് ശേഷം, മോഹൻ വൈദ്യരെ അകാല ചരമത്തിന് പൂർണ്ണമായ കാരണം അന്നത്തെ അദ്ദേഹത്തിൻ്റെ ജയിൽവാസവും ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ എന്തോ അപകടങ്ങളും ആണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വയറ് നേരായിട്ടില്ല മരണം വരെ. നേരെ മറിച്ച് നമ്മളെ അടുത്ത സുഹൃത്തായ ജേക്കബ് വടക്കഞ്ചേരി ഭാഗ്യത്തിന് ആ ജയിലിൽ
ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് അയാൾക്ക് ആ അപകടം പറ്റിയില്ല. അയാൾ ഇന്ന് സുഖമായിട്ട് ജീവിക്കണം. അതായത് ഇത് ജയിലധികൃതർ നേരിട്ട് കൽപ്പിച്ചു കൂട്ടി ചെയ്തു എന്നല്ല ഞാൻ പറയണത്. അതിനിടയിലും ഈ ബഹുരാഷ്ട്ര കുത്തകളും അല്ലെങ്കിൽ COVID-19 കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരും അതിനിടയിലും അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവരുടെ ഏജൻറ്റുമാരെ കൊണ്ട് അവരുടെ സ്പൈസസിനെ കൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതകളുണ്ട് എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇന്നത്തെ നിലവിലിരിക്കുന്ന അലോപ്പതി ചികിത്സ എന്ന ശാസ്ത്രീയ ചികിത്സയും ഒരു വിശ്വാസ ചികിത്സയാണ്. അതേപോലെ തന്നെയുള്ള വിശ്വാസ ചികിത്സയാണ് പിന്നെ മോഹൻ വൈദ്യരുടേതും ജേക്കബ് വടക്കഞ്ചേരിയുടെയും. അതേപോലെ അതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രകൃതിയായിട്ട് ബന്ധമുണ്ടായേക്കാം. അതല്ലാതെ ഈ പ്രകൃതിയുടെ ചികിത്സ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. എല്ലാ ചികിത്സകളും ഒരു വലിയ പരിധിവരെ ഒരേ തൂവൽ പക്ഷികളാണ്. വിശ്വാസം അതിനകത്തൊക്കെ ഉണ്ട്. വിശ്വാസം എന്ന മാനസികമായ ഓറിയൻറ്റേഷൻ ഇല്ലാതെ നിങ്ങളെ ഒരസുഖവും മാറും എന്നതിന് തെളിവില്ല. പിന്നെ അതുകൊണ്ട് തെറ്റായ ഒരു വിശ്വാസമാണെങ്കിൽ പോലും അതിന് ഉപകാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാട്ടുമാരണങ്ങളും അതേപോലെ ഉറുക്ക്, അതേപോലെ പിന്നെ മുട്ടർക്കൽ, പിന്നെ ഈ മുടി ചികിത്സ പോലുള്ള എല്ലാ ചികിത്സകളും ഒരു വലിയ പരിധിവരെ വിശ്വാസം ആണ് ഉണ്ടാക്കുന്നത്. ആ വിശ്വാസം ഉണ്ടാക്കുക എന്ന പരിപാടിയാണ് അവയുടെ ഫങ്ഷൻ. അത് ഇന്ന് ആധുനിക ചികിത്സകർ എന്ന് പറയുന്ന ഈ അലോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരും ആയുർവേദക്കാരും ഒക്കെ ഉപയോഗിക്കുന്നു. അവരുടേതും മാറാനുള്ള ഏറ്റവും പ്രധാന ഘടകം ഒന്ന് വിശ്വാസമാണ്. ആ മെൻ്റൽ ഓറിയൻറ്റേഷൻ എന്നത് അത്യാവശ്യമാണ്. എന്നാലേ ഫിസിക്കലായിട്ടുള്ള യഥാർത്ഥത്തിൽ നാച്ചുറലായിട്ടുള്ള പ്രകൃതിയുടെ ചികിത്സ, അതായത് പ്രകൃതിക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസാനത്തെ സെല്ലും ഉണ്ടാക്കാൻ പൂർണ്ണമായ കഴിവുണ്ട് എന്നാണ് ജീവശാസ്ത്രം കരുതുന്നത്. അതിൻ്റെ ഓരോ സെല്ലുകളും മൈറ്റോസിസ്, മയോസിസ് എന്നീ പല സെൽ വിഭജനങ്ങളിലൂടെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിലും അതിനായിട്ട് വേണ്ട അസംസ്കൃത വസ്തു എന്നത് സാധാരണ പോഷകവസ്തുക്കളായ സാധാരണ ആഹാരം മാത്രമാണ് എന്നുള്ളത് കൊണ്ടും അതുകൊണ്ട് തന്നെ ശരീരത്തിന് അതിനെ റിപ്പയർ ചെയ്യാനും കഴിയും എന്നത് സത്യമാണ്. ഇതിൽ രണ്ടാമത്തെ കാര്യമായ ആ വിശ്വാസം, മെൻ്റൽ ഓറിയൻറ്റേഷൻ എന്ന അനിവാര്യമായ കാര്യം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളുടെയും ജോലി. അത് ഈ മാട്ടുമാരണങ്ങളും മുടി ചികിത്സയും അലോപ്പതിയിലെ വലിയ കൊമ്പും ഈ എന്താ പറയുക ഈ സ്കാനിങ്ങും പീനിങ്ങും മറ്റുള്ള അതും അതേപോലെ തന്നെ പിന്നെ ഈ പൾസ് നോക്കുന്ന സാധനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ തന്നെ അതിന് ബോധ്യപ്പെടുത്താനുള്ള പല പല മാർഗങ്ങളാണ്. ഇത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഈ ശാസ്ത്രം പഠിച്ചു എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിമാരൊക്കെ ഉള്ള കാലം അവസാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പ്രത്യേകിച്ചും ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ഇത് പറയാനുള്ള കാരണം
ഈ വിശ്വാസ ചികിത്സ എന്നത് നമ്മൾ വിചാരിച്ച ഈ വിശ്വാസത്തെ പൂർണ്ണമായും പഴയ ട്രാഡീഷണൽ വിശ്വാസത്തെ ഉപയോഗിക്കുന്ന പോട്ടധ്യാനം അല്ലെങ്കിൽ മുടി ചികിത്സ പോലുള്ളത് മാത്രമല്ല, ആധുനിക ചികിത്സകളും ഒരു വിശ്വാസത്തിൻ്റെ പങ്ക് അതിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതല്ലാത്ത വിശ്വാസം ഇല്ലാത്ത ഒരു ചികിത്സയും നടക്കില്ല. അതിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം അതിന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ മാനസികമായി അയാൾക്ക് തോന്നാത്തിടത്തോളം കാലം ഒരു രക്ഷയില്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചിട്ട് കൂടുതൽ വ്യക്തമായും വിശദമായിട്ടും ഒരു സംവാദം തന്നെ നടത്തണമെന്നും അതുവഴി കൂടുതൽ ശരിയിലേക്ക്, കൂടുതൽ ശാസ്ത്രീയ ബോധത്തിലേക്ക്, കൂടുതൽ ചൂഷണരഹിത ലോകത്തേക്ക്, ജീവിതത്തിലേക്ക് മനുഷ്യൻ നയിക്കപ്പെടണമെന്നും ബഹുരാഷ്ട്ര കുത്തകൾ അവർക്ക് കാശുണ്ടാക്കാനായിട്ട്, കാശ് പറ്റിക്കാനായിട്ട് പണ്ടുണ്ടായിരുന്ന കോളനി യജമാന്മാർ എങ്ങനെയാണോ നമ്മളെ കവർന്നെടുത്തുന്നത്, കവർച്ച ചെയ്ത് പിടിച്ചു പറിച്ച് നികുതിയിലൂടെയൊക്കെ കൊണ്ടുപോയിരുന്ന, അതിന് പകരം ഇന്ന് ബഹുരാഷ്ട്ര കുത്തകളുടെ ഈ തന്ത്രം എത്ര കാലം വിജയിക്കും എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അതിനെതിരെ പോരാടാനുള്ള, ആ സമരത്തിൽ പോരാടാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.